പ്രക്ഷോഭിൻ്റെ ഈ ആരോപണം നിങ്ങളിലൂടെയാണ് ഞാൻ അറിയുന്നത്. ഉടൻ തന്നെ ഞാനത് അയാളെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിട്ട് അദ്ദേഹം പുറത്താക്കി. അല്ല, പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതെ, അദ്ദേഹത്തിന് പ്രാഥമിക അംഗത്വം, അദ്ദേഹത്തിന് വേറെ സ്ഥാനം നമ്മൾ സസ്പെൻഡ് ചെയ്യാനില്ല. മുനിസിപ്പാലിറ്റി കൗൺസിലേ ഉള്ളൂ, അത് എനിക്ക് ചെയ്യാൻ കഴിയില്ല, അത് സ്വയം ചെയ്യാം. അപ്പോൾ പാർട്ടിക്ക് നമുക്ക് എന്താ ചെയ്യുക, അത് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത്വം പുറത്താക്കുക, അതാണ് ചെയ്യുക. അത് എനിക്ക് പറയാൻ പറ്റത്തില്ലോ. അയാൾക്ക് അതിപ്പോൾ നമ്മൾ കൗൺസിലറാണ്, മര്യാദയ്ക്ക് അവർ ധാർമ്മികത കണ്ട് രാജിവെക്കാവാണെങ്കിൽ അത് അയാൾ തീരുമാനിക്കട്ടെ. പക്ഷേ എന്തായാലും നമ്മൾ ആദ്യം ഇനി ഒരു കാര്യമുണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ ഇതുപോലെ അന്വേഷിക്കുമല്ലോ, അതിനെന്താണെന്നുള്ള ഒരു പരാതി ഞങ്ങൾ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് പോയിട്ടില്ല. ഇനി ഇതിനെക്കുറിച്ച് പുറത്താക്കുകയും അതിൻ്റെ എന്തൊക്കെയാണ് സംഭവിച്ച് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം ഒന്നും കൂടി പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് തന്നെ പുറത്താക്കി കഴിഞ്ഞു. എന്നിട്ട് ബാക്കി തുടർ നടപടി വെച്ചാൽ വീണ്ടും ഞങ്ങൾ പറ്റുമെങ്കിൽ പുറത്താക്കിയുള്ളത് ഞങ്ങൾ സമ്മർദ്ദം ചെയ്ത് രാജിവെക്കുന്നു പറഞ്ഞാൽ കേൾക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിലും അങ്ങനെയാണ് ചെയ്യും. അല്ല, ഇപ്പോൾ ഈ രാഹുലിന്റെ വിഷയത്തിലും സമാനമായിട്ടായിരുന്നല്ലോ, അതായത് MLA സ്ഥാനത്ത് നിന്ന് മാറാനൊന്നും പറയുന്നില്ല, പക്ഷേ പാർട്ടിയിൽ നിന്ന് തുടരുമ്പോൾ അത് ഈ പാലക്കാട്ടെ വോട്ടർമാരും അവരൊക്കെ ഒരു സ്ത്രീകൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോകേണ്ടി വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ചിഹ്നത്തിൽ, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളല്ല, അദ്ദേഹത്തെ കൗൺസിൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക എന്നുള്ളത് ഇല്ല. എനിക്ക് എങ്ങനെ പുറത്താക്കാൻ കഴിയും? ഇല്ല. ഈ ആദ്യം അയാളെ സംഘടന പുറത്താക്കി കഴിഞ്ഞ്, സംഘടന പുറത്താക്കിയാൽ ആദ്യം നിങ്ങൾ പറഞ്ഞ പോലെ കൗൺസിൽ രാജിവെക്കുക പറയാം, അല്ലേ? സംഘടന പുറത്താക്കാത്ത ഒരാളെ ആണെങ്കിൽ രാജിവെക്കാൻ പറയാം. പക്ഷെ പുറത്താക്കിയ ആളുടെ എനിക്ക് പറയാൻ കഴിയില്ല. തൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വെച്ചോ, തനിക്ക് തൻ്റെ പേരിൽ എൻ്റെ അധികാരം പോയി. എല്ലാവരും അന്വേഷിച്ച് തന്നെ ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ വരുന്നത് പാർട്ടിക്ക് ഒരു പ്രതിസന്ധി അല്ലേ? എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ദാവ് ഇല്ലാണ്ടിരിക്കും, ഞാൻ അതിനെക്കുറിച്ച് യഥാർത്ഥം അന്വേഷിച്ചില്ല. പക്ഷേ ഈ സമയത്ത് പലതും കയറി വരികയാണല്ലോ ന്യൂസ്. ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കുമോ, ഇത് ചെയ്യുമോ? അതെന്തോ ആവട്ടെ, ഇതിൽ ഞങ്ങൾ പ്രാഥമികമായിട്ട് നിങ്ങളുടെ ഈ മീഡിയ എന്നിലൂടെയാണ് ഈ കാര്യം അറിയുന്നത്. അല്ലാതെ ആരും ഞങ്ങളുടെ അടുത്ത് പരാതി പറയുകയോ എടുക്കുന്നു ഈ നേരം വരെ ചെയ്തിട്ടില്ല. മറ്റു പാർട്ടികളുടെ പരാതി അന്വേഷിച്ച് അവരുടേത് അന്വേഷിച്ച് കഴിയും. നമ്മളൊന്നും ചെയ്തില്ല, കേട്ടത് ഉടൻ അവനെ വെളിയിലാക്കി. ഞാൻ ഈ ധാർമ്മികത ഞങ്ങൾ കാണിച്ച ആർജവം മറ്റു പാർട്ടികൾ കാണിച്ച വളരെ നന്നാവുമായിരുന്നു, ഒരു തർക്കം വേണ്ട. ഞങ്ങളൊന്ന് എന്തിനു നിന്നോ, കേട്ടത് ഇന്നലെ രാത്രി തന്നെ എഴുതി അങ്ങോട്ട് കൊടുത്തു വെളിയിലാക്കാൻ. ഇത് ഏത് പാർട്ടി ചെയ്യും? തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണം ആക്കാനാണ്. ഇതെന്ത് അങ്ങനെയാണെങ്കിൽ വഴികൾ അതേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഒരു ധാർമ്മികത പേരിൽ എന്തിന് നമ്മളെ ഒരു കുറ്റക്കാരെന്ന് കണ്ടാൽ ഈ ഒരു പാർട്ടിയിൽ എല്ലാ ആളുകളുള്ള പാർട്ടികൾ, എല്ലാ പാർട്ടിയിലും ആരെങ്കിലും നമ്മൾക്കൊന്നും ഇത് വെച്ചിട്ടൊന്നുമല്ല നമ്മൾ സീറ്റ് കൊടുത്തത്. ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞു, കേട്ടു, അതിൻ്റെ യഥാർത്ഥം പിന്നെ അന്വേഷിക്കാൻ പോകുന്നുണ്ട്. എങ്കിലും കേട്ടത് ഉടൻ ആ സ്പോട്ടിൽ തന്നെ വെളിയിലാക്കി. പാലക്കാട്ടെ കോൺഗ്രസിന്റെ യുവ നേതാക്കള് രാഷ്ട്രീയ സംസ്കാരം തന്നെ മാറ്റുന്നു എന്ന തരത്തിലാണ് ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി ഒക്കെ പ്രതികരിച്ചത്. അതായത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ ആയിക്കോട്ടെ CPM ഞാൻ എണ്ണി പറയുന്നില്ല. ഞാൻ എന്താ പറയുക, സ്ഥാനാർത്ഥി ആയതുകൊണ്ടേ ഞാൻ ഇൻഡിവിജ്വൽ പറയുന്നത് ശരിയല്ല. എല്ലാ പാർട്ടിയും ഒരാളുകൾ എണ്ണിക്കഴിഞ്ഞാലുണ്ടല്ലോ, അതിൽ എത്രയോ പേര് കോൺഗ്രസിന്റെ പാർട്ടിയുടെ ശരി. അത് PK ശശിന് 10 ഇരട്ടിയുള്ള ആളുകൾ ആ ശശിമാരല്ലുണ്ട്, ആ പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട്. മനസ്സിലാണ്ട, അങ്ങനെയൊന്നും പറയരുത്. ഒരു കാര്യം ഉണ്ട്, ഞങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞത് ഇന്നലെ നിങ്ങൾ രാത്രിയാണ് ഈ മീഡിയയിലൂടെ അറിഞ്ഞത്. ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹത്തിന് ഈ പ്രക്ഷോഭ് ഷാഫി തന്റെ ആശാനാണെന്ന് ഉൾപ്പെടെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ ഇരയായിട്ടുള്ള പെൺകുട്ടി പറയുന്നത്, അതിജീവിതം പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എനിക്കറിയുന്നത് ഒന്നേ ഉള്ളൂ, ആ കുട്ടി ഇങ്ങനെ ചെയ്തു. നിങ്ങളുടെ മീഡിയയിലൂടെ എനിക്കറിയാൻ കഴിഞ്ഞത്. സത്യത്തിൽ അയാളെ ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനൊരു ധാർമ്മിക ഒരു DCC അധ്യക്ഷൻ നിലയ്ക്ക് ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം പുറത്താക്കാനുള്ള വഴി ഇതല്ലേ വേണ്ടി. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയുടെ ഒപ്പം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പ്രക്ഷോഭിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ തിരിച്ചടിയാവില്ലേ? എങ്ങനെ തിരിച്ചടിയാവും? ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മുടെ ഇതൊരു പ്രവാഹം പോലൊരു പൊതുപ്രവർത്തനമല്ലേ, ഇലക്ഷൻ പ്രചരണമല്ലേ? ധാരാളം ആളുകൾ കൂടെ വരും, ധാരാളം ഇല്ലാണ്ടാവും, സ്വാഭാവികമാണ്. ഇതിനകത്ത് വരുന്ന ആളുകൾ പല പാർട്ടികളും പാർട്ടിയുടെ അനുഭാവികൾ പോലും ഉണ്ടാവും. ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലെങ്കിൽ അത് UDF മാത്രമല്ലല്ലോ, ഇത് മറ്റു UDF തിരിച്ചു വരാനുള്ള ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ. അപ്പോൾ ധാരാളം ആളുകൾ വന്നും പോയിക്കൊണ്ട് ഇതൊന്നും നോക്കിയിട്ടൊന്നും അല്ല. പ്രക്ഷോഭ് ധാരാളം ആളുകളിൽ ഒരാളല്ലോ, കാരണം ഈ രാഹുൽ മാങ്കൂട്ടം ശരി ആവട്ടെ, രാഹുലിന് സ്വീകരണം കൊടുത്തത്, അതിനുശേഷം പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുമ്പോഴും രാഹുലിന്റെ ഒപ്പം സദാസമയം ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണ് പ്രക്ഷോഭ്. അന്ന് ഈ പ്രക്ഷോഭിനെ പുറത്താക്കുന്നത് അല്ലെങ്കിൽ രാഹുലിന്റെ ഒപ്പം പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ആരോപണം കിട്ടിയാലേ പുറത്താക്കാൻ പറ്റൂ. കിട്ടുന്നതിന് മുമ്പ് പുറത്താക്കാൻ പറ്റുമോ? ആരാവട്ടെ ഞാൻ ചോദിച്ചോട്ടെ, ഈ എത്ര കൊമ്പനാണെങ്കിലും
തെറ്റ് ചെയ്യുമ്പോഴല്ലേ വെളിയിലാക്കേണ്ടതുള്ളൂ. അല്ലാതെ വെളിയിലാക്കേണ്ട ഒന്നുമില്ലാത്ത ഒരാളെ തനിക്ക് ഇനി ഓരോ തെരച്ചു പിടിച്ചിട്ട് വെളിയിലാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങളിലൂടെ, ഞാൻ എപ്പോഴും പറയണം, മീഡിയയിലൂടെയാണ് ആരോപണം കേട്ടിട്ടുള്ളൂ. ആ മീഡിയയിലൂടെ കേട്ടത് ആ സ്പോട്ടിൽ പുറത്താക്കിയ പാർട്ടി കോൺഗ്രസ് ആണ്, അല്ലാതെ വേറൊരു പാർട്ടി ചെയ്യില്ല. മനസ്സിലായിട്ടുണ്ടോ? ഏത് പാർട്ടി ഞാൻ പറ്റില്ല, ഞാൻ എണ്ണി പറയാൻ എനിക്ക് ഈ സമയത്ത് ശരിയല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പറയാൻ എല്ലാ പാർട്ടിയിലും ഉണ്ട്. പക്ഷേ ഞങ്ങൾ അതിനൊന്നും വയ്ക്കാതെ തന്നെ ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പ്രശോഭനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെല്ലാം എതിർപ്പ് അറിയിച്ചിരുന്നു. അതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതെനിക്കറിയില്ല, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. എനിക്ക് ആകെ അറിയുന്നത് അവൻ കൗൺസിലറാണ്, അവൻ്റെ ഭാര്യ കൗൺസിലറായിരുന്നു. അപ്പോൾ ആ ബന്ധം നമുക്കുള്ളത് ഒരു കൗൺസിലറായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പരാതി ഇപ്പോഴാണ് അവനെതിരെ ആരോപണം വരുന്നത്, അത് വെളിയിലാക്കി.